ശ്രീ ചാണ്ടി ഉമ്മൻ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ സർക്കാർ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ KCAയുമായി ബന്ധപ്പെട്ട പീഡന പരാതിയിൽ 6 പോക്സോ കേസുകൾ എടുത്തിട്ടുണ്ടെന്നാണ് മന്ത്രി വീണ ജോർജ് ഇന്ന് സഭയിൽ പറഞ്ഞത്. KK രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസിന് ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല, മറിച്ച് വനിതാ ശിശുക്ഷേമ മന്ത്രിയാണ് മറുപടി പറഞ്ഞത്. കാര്യത്തിൽ നിങ്ങൾക്കെതിരെ അഭിപ്രായമുണ്ട് താനും. ഇപ്പോൾ സ്ത്രീ സുരക്ഷയുടെ വിഷയത്തിൽ കേരളത്തിൽ സ്ത്രീകളെല്ലാം സേഫാണ്, സർക്കാർ ശരിയായ നിലയിൽ ഇടപെടുന്നുണ്ട് എന്ന് പ്രതിപക്ഷത്തിന് തോന്നുന്നുണ്ടോ? അല്ല, ഇവിടെ എനിക്ക് തുടക്കത്തിലെ ആ ഭാഗം കേൾക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായത്, ഇന്ന് അരൂരിലെ സംഭവത്തിന് അടിയന്തര പ്രാധാന്യം ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുമോ? എന്ന് നടന്ന സംഭവമാണ്, എന്നാണ് കേസ് എടുത്തിരിക്കുന്നത്, എന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഈ സംഭവം നടന്ന ഞായറാഴ്ചയാണെങ്കിൽ ഇന്ന് സഭ സമ്മേളിക്കുമ്പോൾ അടിയന്തര പ്രമേയത്തിന്റെ ഉത്തരമായിട്ടാണ് മന്ത്രി പറയുന്നത് ഇത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് സഭയില്ലെങ്കിൽ ഈ കേസും KCAയുടെ കേസ് പോലെ ആയിപ്പോയനെ, മാസങ്ങൾ കഴിയും നിലപാടെടുക്കാൻ. ഇതാണ് ഈ സർക്കാരിൻ്റെ ഒരു പ്രത്യേകത. പാർട്ടിക്കാരാണെങ്കിൽ പാർട്ടിക്കാർക്ക് പ്രത്യേക ഒരു നിയമമാണ് വരുന്നതെന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഈ പ്രതികളെ പിടിക്കാൻ പോലും ഇന്ന് വരെ തയ്യാറായിട്ടില്ല. അത് അടിയന്തര സ്വഭാവമുള്ള കാര്യമല്ലേ? അടിയന്തര സ്വഭാവമുള്ളൊരു വിഷയമല്ലേ? അത് ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമല്ലേ? അതെങ്ങനെ അടിയന്തര സ്വഭാവം ഇല്ലാതെ പറയുന്നത്? ഇപ്പം അത് ഇതിനെതിരെ ഈ വിഷയം, അതായത് പൂച്ചാക്കലിലെ ദളിത് പെൺകുട്ടിയുടെ പീഡന വിഷയം, പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടിയില്ല എന്നുള്ള വിഷയം അടിയന്തര സ്വഭാവമുള്ള വിഷയമാണ്. അതാണ് ഉന്നയിച്ചത്. KCA അടക്കമുള്ള വിഷയങ്ങൾ അതിൽ അനുബന്ധമായി വന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് അടിയന്തര സ്വഭാവം ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ ഞാൻ കേട്ടത് അങ്ങനെ. അപ്പൊ എന്തായാലും KCAയുടെ വിഷയത്തിനും സ്വഭാവമുണ്ട്. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ഒന്നേ അടിയന്തരം ഉണർത്തുള്ളൂ. ഇത് കേരളത്തിലെ സമൂഹത്തെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ളതാണ്. നമുക്ക് മറക്കാൻ സാധിക്കുമോ? ഇത്രയും നാളും ബ്രിജ്ഭൂഷന്റെ കാര്യം നമുക്കറിയാം. ഡൽഹിയിലെ BJP MP ആയിരിക്കുന്ന ബ്രിജ്ഭൂഷൺ എങ്ങനെയാണ് ഗുസ്തിക്കാരോട്, ഇന്ത്യയുടെ അഭിമാനമായ ഗുസ്തിക്കാരോട് പെരുമാറിയത്. അതിനെതിരെ ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്തു. അവരെ വളരെ മോശമായി കൈകാര്യം ചെയ്തു ഡൽഹി പോലീസ്, അവരെ ആക്രമിച്ചു ഡൽഹി പോലീസ്. അതേ മാതൃകയിൽ തന്നെയാണ് ഇപ്പം KCAയിൽ നടന്ന സംഭവങ്ങൾ. അത് നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുമോ? അത് മാറ്റിവെക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും അത് സാധിക്കത്തില്ല. അതിന് അടിയന്തര സ്വഭാവമില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അതിനൊക്കെ ഒരു നടപടി ഉണ്ടാകുന്നത്? അത് ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം അത് പ്രതിപക്ഷത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കും. നമുക്ക് ചർച്ച നടത്താമല്ലോ. ഇപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ എന്തുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുവാൻ ഗവൺമെന്റ് തയ്യാറല്ല? അപ്പൊ അതിൽ നിന്ന് ഒളിച്ചോടുവാനുള്ള ശ്രമം. കാരണം ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ് എന്നുള്ളത് സർക്കാരിന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം പാർട്ടിക്കാർ ഉണ്ട്. അപ്പൊ പാർട്ടിക്കാർ വരുമ്പോൾ എന്താ? പാർട്ടിക്കാർ വരുമ്പോൾ പാർട്ടിയുടെ നിലപാടുകളാണ് ഉള്ളത്.